പൊന്നാനിയിൽ എം സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ CPM-ൽ ധാരണ. സീറ്റ് നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്ന വിലയിരുത്തലിലാണ് എം സ്വരാജിലേക്ക് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, സ്വരാജ് പൊന്നാനിയിൽ മത്സരിച്ചാൽ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന കണക്കുകൂട്ടലിലാണോ CPM ഉള്ളത്? അതെ ദിവ്യ, സ്വരാജിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ പൊന്നാനി സീറ്റ് നിലനിർത്താനാകുമെന്ന കണക്കൂട്ടലാണ് ഒടുവിൽ സ്വരാജിലേക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം എത്തിയത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് LDF വലിയ തിരിച്ചടി ഈ ജില്ലയിൽ ഒന്നാകെ നേരിട്ടത്. അതിന്റെ പ്രതിഫലനങ്ങൾ പൊന്നാനിയിലും ഉണ്ടായി. ആലങ്കോട്, നന്നമുക്ക്, മാറഞ്ചേരി, പെരുമ്പടപ്പ് പഞ്ചായത്തുകൾ UDF-ലേക്ക് പോയി. പൊന്നാനി നഗരസഭയിലടക്കം സീറ്റ് വർദ്ധിപ്പിക്കുന്ന സ്ഥിതി, UDF-ന് സീറ്റ് വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ വലിയ തിരിച്ചടി പൊന്നാനിയിലും നേരിട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള ഇടതു മുന്നണിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡല സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ വേണമെന്ന അഭിപ്രായം CPM-നുള്ളിൽ ശക്തമായത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന് പറയുന്നത് അത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. 2 ജില്ലാ പഞ്ചായത്തുകളാണ് ഈ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ആ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും തിരിച്ചടി ഉണ്ടായി. ഇതൊക്കെ തന്നെ മറികടക്കാൻ അല്ലെങ്കിൽ ഇതിന് കാരണമായത് പാർട്ടിയിലെ അനൈക്യം തന്നെയാണ്. CPM-നുള്ളിൽ പ്രാദേശികമായി ചില തർക്കങ്ങളുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അത് വലിയ ഒരു തെരുവ് സംഘർഷമായി തന്നെ രൂപപ്പെട്ടു. ആ രീതിയിലൊക്കെ തന്നെ പാർട്ടിയുള്ള അനൈക്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം മുന്നണിയിൽ വലിയ രീതിയിലുള്ള CPM തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി. CPI-ക്ക് നൽകിയ സീറ്റുകളിലൊക്കെ തന്നെ CPM റിബലുകൾ മത്സരിച്ചതാണ്. CPI ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ തോൽക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടായത്. ആ രീതിയിൽ വലിയ അതൃപ്തി മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എം സ്വരാജിനെ പോലെ പൊതു സ്വീകാര്യനെ ഒരാളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം പടലപ്പിണക്കങ്ങളെ മറികടക്കാനാകുമെന്ന ഒരു കണക്കൂട്ടലാണ് CPM ഉള്ളത്. അതുകൊണ്ടാണ് എം സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ്. നമുക്കറിയാം, അടുത്ത കാലത്തായി CPM-ന്റെ നിലപാടുകൾ അത് ന്യൂനപക്ഷത്തെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട്. എന്നാൽ എം സ്വരാജ് സാധാരണഗതിയിൽ എടുത്തുപോരുന്ന മതനിരപേക്ഷ നിലപാടുകൾ അത് പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളോടുള്ള അകൽച്ച ഉണ്ടെങ്കിൽ കൂടി എം സ്വരാജിൽ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. മതനിരപേക്ഷ നിലപാടുകളോടൊക്കെ തന്നെ വലിയ ഐക്യമുണ്ട്. അതുകൊണ്ട് തന്നെ എം സ്വരാജിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഈ ഇത്തരം പ്രതിസന്ധികളൊക്കെ തന്നെ മറികടക്കാനാകുമെന്ന വിലയിരുത്തലാണ് ഒടുവിൽ എം സ്വരാജിലേക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം എത്തിയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ CPM-നുള്ളിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള എം സ്വരാജിനെ തന്നെ പൊന്നാനിയിൽ മത്സരിപ്പിച്ച് പാർട്ടിയുടെ ഉറച്ച കോട്ട എന്ന നിലയ്ക്ക് പൊന്നാനി സീറ്റ് നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് CPM-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. അക്കാര്യത്തിൽ CPM-നുള്ളിൽ നേതാക്കളൊക്കെ തന്നെ ഒരു ഏകസ്വരത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദിവ്യ.